വാർത്തകൾ വായിക്കുന്നത് 10 നിന്നും സുദക്ഷണ. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകളിലേക്ക്. സ്വാതന്ത്ര്യദിനത്തിന്റെ 78ാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെയുള്ള കൂട്ടായ പ്രതിജ്ഞ എടുക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലും ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുത്തു. സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിൽ യുവത്വത്തിന്റെ ശക്തിക്ക് പ്രധാന പങ്കുണ്ട്. അതിനാൽ ലഹരി വിമുക്ത സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നെടുമങ്ങാട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ 8 ടീമുകൾ പങ്കെടുത്തു. മീനാങ്കൽ ട്രൈബൽ HS, നെടുമങ്ങാട് ഗേൾസ് HSS, കരിപ്പൂർ HSS എന്നീ വിദ്യാലയങ്ങൾ യഥാക്രമം 1, 2, 3 സ്ഥാനം നേടി ക്യാഷ് അവാർഡിന് അർഹരായി. സ്കൂളിൽ 78ാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ നിത ടീച്ചർ പതാക ഉയർത്തി. തുടർന്ന് നെടുമങ്ങാട് SHO ശ്രീ മിഥുൻ CK സാർ SPC സേനയുടെ സല്യൂട്ട് സ്വീകരിച്ചു. സ്വാതന്ത്ര്യത്തിൻ്റെ 78 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. നമ്മുടെ പിതാമഹന്മാർ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരത, സഹിഷ്ണുത, അർപ്പണബോധം, ദർശനം എന്നിവയുടെ മുന്നിൽ ഞാൻ ശിരസ്സ് നമിക്കുന്നു. ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തീം വികസിത് ഭാരത് എന്നതാണ്. നീതിയുള്ളതും സമൃദ്ധിയുള്ളതും സമത്വമുള്ളതുമായ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് അവിരാമം പരിശ്രമിക്കാം. ഇതിനായി നമ്മുടെ പിതാമഹന്മാരുടെ ദർശനം നമുക്ക് വഴികാട്ടിയാകും. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നെടുമങ്ങാട് പ്രിൻസിപ്പൽ, ഇവിടെ മറ്റ് കൂടിയിരിക്കുന്ന അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളെല്ലാവരും ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ആചരിക്കുകയാണ്. ആദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യദിനാശംസകൾ. JRC, ഗൈഡ്, NSS, ലിറ്റിൽ ഗൈഡ്സ് എന്നീ ക്ലബ്ബുകളുടെ പരേഡും അണിനിരന്നു. സ്വാതന്ത്ര്യദിന സന്ദേശം ബഹുമാനപ്പെട്ട HM രമണി മുരളി ടീച്ചറും PTA പ്രസിഡന്റ് PV രജി സാറും നൽകി. തുടർന്ന് വിവിധ പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട് 77 വർഷങ്ങൾ. 77 വർഷങ്ങൾക്ക് മുമ്പ്
നേരത്തെ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ നമ്മുടെ ായിട്ട് നാം എല്ലാവരും ഒന്നാണ് എന്ന ചിന്തയോടെയാണ് നാം മുന്നേറുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒന്നടങ്കം ഒലിച്ചു പോയപ്പോൾ സന്നദ്ധ പ്രവർത്തകരും സൈന്യവും ഒത്തൊരുമിച്ച് തോളോട് തോൾ ചേർന്ന് ഓണം ഉറക്കവും മറന്ന് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഓഗസ്റ്റ് 15 സ്വതന്ത്രയായ ഇന്ത്യക്ക് 78 വയസ്സ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷികളായ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എല്ലാ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ സജയ് കുമാർ സാർ നന്ദി രേഖപ്പെടുത്തി. പ്രമുഖ ബിസ്ക്കറ്റ് കമ്പനിയായ യൂണിബിക് എല്ലാവർക്കും മധുരം വിതരണം ചെയ്തതും സ്വാതന്ത്ര്യദിനം കൂടുതൽ മധുരമുള്ളതാക്കി. സ്വാതന്ത്ര്യദിനാഘോഷം 78ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ സ്വാർത്ഥതയില്ലാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ജീവത്യാഗം നടത്തുകയും ചെയ്ത ധീരദേശാഭിമാനികളെ നമിക്കുന്നതോടൊപ്പം തന്നെ അവർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ കൈവെള്ളയിൽ കൊണ്ടുപോലെ സൂക്ഷിക്കുന്നതിനുള്ള എല്ലാ ഇടപെടലുകളിലും പ്രിയപ്പെട്ട കുട്ടികളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ നാളത്തെ തലമുറയല്ല, നിങ്ങൾ ഇന്നത്തെ തലമുറ തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന നീതി നിഷേധങ്ങൾക്കെതിരെ ശക്തമായി പോരാടാനും ധൈര്യപൂർവ്വം അവരിൽ പ്രതികരിക്കാനും നാടിന്റെ നന്മകൾ പുറകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥതയോടെയും സ്വാർത്ഥതയില്ലാതെയും എല്ലാ സഹവർത്തിത്തോടുകൂടിയും എല്ലാവരെയും പരസ്പര സഹകരണത്തോടുകൂടിയും വിശ്വാസത്തിലെടുത്തുകൊണ്ടും നമ്മുടെ ഇന്ത്യയുടെ നാടിന്റെ ദേശസ്നേഹം തുടർന്നുകൊണ്ടു പോകുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളിലും പ്രിയപ്പെട്ട കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കേരള സർക്കാർ ജില്ലാ വനിതാ ശിശുവികസന വകുപ്പിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സ്കൂളിൽ സൈബർ ആൻഡ് ഡ്രഗ് ഇഷ്യൂസിനെ കുറിച്ച് അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. നാഷണൽ സ്പേസ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി തുമ്പ ISRO സംഘടിപ്പിച്ച ഓപ്പൺ ഹൗസ് പ്രോഗ്രാമിൽ സയൻസ് ക്ലബിലെ 62 വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. സ്കൂൾ തല അക്ഷരമുറ്റം ക്വിസ് മത്സരത്തിൽ HS വിഭാഗം ഫിദ ഫാത്തിമ M 8I 1ാം സ്ഥാനവും മയൂഖ GM 8G 2ാം സ്ഥാനവും UP വിഭാഗത്തിൽ ദേവമിത്ര ALB 1ാം സ്ഥാനവും വേദ VS 2ാം സ്ഥാനവും കരസ്ഥമാക്കി. അക്ഷരമുറ്റം ക്വിസ് HSS വിഭാഗത്തിൽ 1ാം സ്ഥാനം ആദിത്യ എസും 2ാം സ്ഥാനം ഗൗരി ലക്ഷ്മി പാർവതിയും കരസ്ഥമാക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകളും ആശങ്കകളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി HS വിഭാഗം വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിച്ച ശാസ്ത്ര സെമിനാർ മത്സരത്തിൽ 9 കുട്ടികൾ പങ്കെടുത്തു. ഇതിൽ 9Gയിലെ സാന്ദ്ര സനൽകുമാർ 1ാം സ്ഥാനവും 10Hലെ സുദക്ഷിണ വിബി 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 1ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികളെ വരവേൽക്കാനായി 2ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഫ്രഷേഴ്സ് ഡേ പരിപാടിയുടെ ഉദ്ഘാടനം മിമിക്രി ആർട്ടിസ്റ്റായ ശ്രീ അനന്തൻ മൈനാഗപ്പള്ളി സാർ നിർവഹിച്ചു. തുടർന്ന് കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ലിറ്റിൽ ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ സോഷ്യൽ സയൻസ് ക്ലബ് SPC അംഗങ്ങളുടെ സഹായത്തോടുകൂടി സമ്മതി എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിജിറ്റൽ രീതിയിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. ക്ലാസ്സിൽ തിരഞ്ഞെടുത്ത പ്രതിനിധികളിൽ നിന്നും ചെയർപേഴ്സണായി S1Cയിലെ അനന്യകുറുപ്പ് എസിനെയും വൈസ് ചെയർപേഴ്സണായി 8Iയിലെ ഫർഹാന സുഹൈബ് എസിനെയും സ്കൂൾ ലീഡറായി 10Iയിലെ ദിയ ബിബിയെയും തിരഞ്ഞെടുത്തു. 2024-25 അധ്യയന വർഷത്തിലെ കലോത്സവത്തിന്റെ ഭാഗമായുള്ള രചനാ മത്സരങ്ങൾ ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച ആരംഭിച്ചു. കായിക വാർത്തകളിലേക്ക്. വടംവലി, കബഡി, ബോൾ ബാഡ്മിന്റൺ, ത്രോ ബോൾ, ഹാൻഡ്ബോൾ എന്നിവയുടെ സ്കൂൾ തല സെലക്ഷൻ നടന്നു. വെള്ളിയാഴ്ച നടന്ന കരാട്ടെ സബ് ജില്ലാതല മത്സരത്തിന് സ്കൂൾ വേദിയായി. സ്കൂളിലെ ആര്യ മതീഷ്, നമ്യ മതീഷ്, നിജ ഫാത്തിമ, റിസാന എന്നിവർ അടുത്ത തലത്തിലേക്ക് യോഗ്യത നേടി. ഈ ആഴ്ചത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.